സിനിമയിലെ വയലൻസ് ആണ് ഇപ്പോൾ എല്ലായിടത്തും പ്രശ്നം, എല്ലാവർക്കും പ്രശ്നം. സിനിമയിലെ വയലൻസ് കണ്ടിട്ടാണ് ഒട്ടുമിക്ക യുവജനങ്ങൾ മുഴുവൻ വഴിതെറ്റി പോകുന്നു എന്നുള്ളൊരു ടോപ്പിക്കിനെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, സിനിമ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും, തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും. അത് നല്ല രീതിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യും, മോശം രീതിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യും. ആണെങ്കിൽ സിനിമ കണ്ടിട്ട് അതിലേക്ക് ഒരുപാട് നല്ല മോട്ടിവേഷണൽ കാര്യങ്ങൾ നമുക്ക് എടുക്കാം, ഒരുപാട് മോറൽസ് നമുക്ക് എടുക്കാം. ഇതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റായിട്ട് സിനിമ കണ്ടു വേണമെങ്കിൽ സ്മോക്ക് ചെയ്യുന്നവരുണ്ടാവും, ഡ്രിങ്ക് ചെയ്യുന്നവരുണ്ടാവും. ഇതേപോലെ തന്നെ അതിൽ നിന്ന് എന്തെടുക്കണം എന്നുള്ളത് കംപ്ലീറ്റ്ലി നമ്മുടെ കയ്യിലുള്ള പരിപാടിയാണ്. ഇപ്പോൾ ആരോടും വലിക്കരുത്, കുടിക്കരുത് എന്നൊന്നും പറയാൻ പറ്റില്ല. അതെല്ലാം അവരുടെ പേഴ്സണൽ ചോയ്സാണ്. സോ ഒരു സിനിമ കണ്ടു, ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം ഇറക്കുന്ന ഒരു സിനിമ കണ്ട് അതിലൊരു കാര്യം നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുക എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള കംപ്ലീറ്റ്ലി നമ്മുടെ കാര്യം തന്നെയാണ്. നമ്മൾ തന്നെ അത് തീരുമാനിച്ചെടുക്കേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സോ സിനിമയായിട്ട് കാണുക എന്നുള്ളത് തന്നെയാണ് ഇതിന് ഏക പ്രതിവിധി. ആൻഡ് ഒരു സിനിമയിലെ വയലൻസ് സീന് കണ്ട് ഭയങ്കര ഒരാൾക്ക് പെട്ടെന്ന് ഒരു വയലൻസ് ചെയ്യാൻ തോന്നണമെങ്കിൽ ജസ്റ്റ് ആ സിനിമയിലെ ഒരു സീൻ ചിലപ്പോൾ ഒരു ട്രിഗറിങ് ഫാക്ടർ മാത്രമേ, ഒരുപാട് കാരണങ്ങൾ അതിന് പുറകിലുണ്ടാവും. ഒരു മൾട്ടി ഫാക്ടോറിയൽ പ്രോസസ്സാണിത്. കാരണം ഇന്നലെ ആയിരിക്കില്ല ആ ഒരു ആക്ട് ചെയ്യണം എന്നുള്ളത് ആളുടെ പണ്ട് മുതലേ അല്ലെങ്കിൽ കുറേ കാലങ്ങളായിട്ടോ മാസങ്ങളായിട്ടോ വർഷങ്ങളായിട്ടോ ആളുടെ മനസ്സിലുള്ള കാര്യങ്ങളായിരിക്കും. ആ വ്യക്തിയുടെ ഫാമിലിയിലുള്ള ഇഷ്യൂസോ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ട്രോമാസോ അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള കുറേ ഇഷ്യൂസോ ഇതൊക്കെ തന്നെ അതിന് ഫാക്ടറായിട്ടുണ്ടാവും. അല്ലാതെ ജസ്റ്റ് ഒരു സിനിമയിലെ ഒരു ആക്ട് മാത്രമായിട്ട് ഒരാൾ ആ ഒരു രീതിക്ക് പോകണമെങ്കിൽ ആളുടെ മാനസിക നിലയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ചിലപ്പോൾ. ഇപ്പോൾ മാർക്കോ എന്നൊരു സിനിമ തന്നെ എടുത്തു, അതിലൊരു ഇപ്പോൾ ഒരു 100% ആൾക്കാർ ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലൊരു 99.99% ആൾക്കാരും എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള വയലൻ്റ് ആക്ടുകൾ ചെയ്യുന്നില്ല, ബാക്കിയുള്ള ഒരു 0.1 അല്ലെങ്കിൽ 0.05% ആൾക്കാർ മാത്രം ഇത്തരത്തിലേക്ക് പോകുന്നു എന്നതിനെ പറ്റിയാണ് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത്. നേരെ തിരിച്ചാരും പറയുന്നില്ല. ഇപ്പോൾ സിനിമയിലെ വയലൻസ് ആണ് എല്ലാവരും ഇങ്ങനെ പോകുന്നതെന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് ബാക്കിയുള്ളവരൊന്നും ചെയ്യുന്നില്ല? ഈ ഒട്ടുമിക്ക സിനിമ കണ്ട വലിയ മെജോറിറ്റി ഓഫ് ആൾക്കാർ എന്തുകൊണ്ട് അത്തരത്തിലുള്ള വയലൻ്റ് ആക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് തിരിച്ചങ്ങോട്ട് ചോദിച്ചാൽ അവർക്ക് ഉത്തരം ഉണ്ടാവില്ല. കാരണം ഇത് ജസ്റ്റ് ഒരു നെയിം സേക്കിന് എവിടെങ്കിലും ആരുടെങ്കിലും എന്തിൻ്റെങ്കിലും മേലെ ഒരു പഴിയുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ഒരുപാട് കേസസ് ഒറ്റയടിക്ക് വരുന്നത് കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള സിസ്റ്റം അതിന് എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ച് എന്തിൻ്റെങ്കിലും മേലെ പഴി വയ്ക്കുക എന്നുള്ളത് നമ്മുടെ മനുഷ്യൻ്റെ പണ്ട് മുതലുള്ള സ്വഭാവമാണ്. സോ അങ്ങനെ ജസ്റ്റ് ഒരു പേരിന് ഇപ്പോൾ ഈ സിനിമ ഇറങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ എവിടെ കൊണ്ടുപോയി പഴി വയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഇങ്ങനൊരു സിനിമ ഉള്ളത് കൊണ്ട് എല്ലാ പഴിയും അവർ പടത്തിനിട്ട് ഇതോടെ തന്നെ കുഴിച്ചു മൂടാനാണ് ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഈ സിനിമ ഇപ്പോൾ ഇറങ്ങിയിട്ടില്ലെങ്കിലും ഇനി അങ്ങോട്ട് ഈ പറയുന്ന പോലെ വയലൻ്റ് ആയിട്ടുള്ള സിനിമകൾ മലയാളത്തിൽ നിന്ന് വന്നില്ലെങ്കിലും ഇതേ വയലൻസ് നടക്കുക തന്നെ ചെയ്യും. നമ്മുടെ മനുഷ്യൻ്റെ ആ ഒരു ഹിസ്റ്ററി ഓഫ് വയലൻസ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ജനിച്ചപ്പോൾ മുതലേ ഉള്ളതാണ്. വയലൻ്റ് ആയിട്ടില്ലാത്ത ആൾക്കാർ ആരുമില്ല. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണോ ചിരിക്കുന്നത്, നമ്മൾ എങ്ങനെയാണോ കരയുന്നത്, അതേപോലെ തന്നെ ആയിരിക്കും നമുക്ക് ദേഷ്യം വരുന്നത്. അത് വരണം. ഈ ദേഷ്യം വന്നില്ലെങ്കിലാണ് പ്രശ്നം, ആൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടെന്ന് പറയും. കാരണം വയലൻസ് എന്നുള്ളത് ഒരു നെസസറി ഈവിളാണ്. അത് ആവശ്യമുള്ള സമയത്ത് പുറത്ത് വരിക തന്നെ വേണം. ഈവൻ പണ്ട് മുതലേ ഇപ്പോൾ ഈ മാർക്കോ എന്ന സിനിമ കണ്ടിട്ടാണോ മഹാഭാരത യുദ്ധം ഉണ്ടായത്, അതോ മാർക്കോ എന്ന സിനിമ കണ്ടിട്ടാണോ വേൾഡ് വാർ 1 2 ഉണ്ടായത്? അല്ല, ഇതെല്ലാം അന്നൊന്നും സിനിമയില്ല. സിനിമയ്ക്ക് എത്ര വർഷത്തെ പാരമ്പര്യമുണ്ട്? അറൗണ്ട് ഒരു 100 അല്ലെങ്കിൽ 150 അല്ലെങ്കിൽ 125 വർഷം അത്രേ ഉള്ളൂ. അതിന് പുറകോട്ട് നോക്കിയാൽ മനുഷ്യൻ ജനിച്ചപ്പോൾ മുതലേ വയലൻ്റ് ആണ്. സോ ഇപ്പോൾ ഉള്ള ഒരു കറണ്ട് സിറ്റുവേഷൻ ഇതെല്ലാം ഈ ഒരു ഒറ്റ പടം കൊണ്ടാണെന്ന് പറയുന്നത് വളരെയധികം ഇല്ലോജിക്കലായിട്ടുള്ള കാര്യമാണ്. ആ ഞാൻ ഈ പറഞ്ഞ വളരെ മൈന്യൂട്ടായിട്ടുള്ള പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ ഇത്തരത്തിലുള്ള വയലൻ്റ് ആയിട്ടുള്ള ആക്ടുകൾ ചെയ്യുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരൻ ആയിക്കോട്ടെ, അവരെന്തുകൊണ്ട് അത് ചെയ്യണമെന്നുള്ളതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിച്ച് അവിടെ തിരുത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലാതെ പഴി പറഞ്ഞ് അതിനൊരു പരിഹാരമില്ലാതെ ഇതുകൊണ്ടാണ് പ്രശ്നം എന്ന് വെറുതെ പറഞ്ഞിട്ടിട്ട് ഒരു കാര്യമില്ല. വെറുതെ ഒരു ഡിബേറ്റിനുള്ളൊരു ടോപ്പിക്ക് മാത്രമാകും, വെറുതെ ഒരു ചർച്ചയിൽ മാത്രം ഇത് ഒതുങ്ങി നിൽക്കും. അതങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇനി അങ്ങോട്ടുള്ള ഒരു യുവജനത്തെ ഇപ്പോൾ പറയുന്ന എല്ലാവരും 2K കിഡ്സാണ് പ്രശ്നം എങ്കിൽ ഈ 2K കിഡ്സിന് എന്താണ് പ്രശ്നം എന്നുള്ളത് ആരും അന്വേഷിക്കാൻ നിൽക്കുന്നില്ല. അത് മനസ്സിലാക്കി കണ്ടുപിടിച്ച് അവിടെയാണ് വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ ഈ ഡ്രഗ്സ് നമ്മുടെ നാട്ടിൽ ഒഴുകുന്നുണ്ട്, പഴയ പോലെയൊന്നുമല്ല. എന്തുകൊണ്ട് ഒഴുകണമെന്നുള്ളത് ഒരു വലിയ ടോപ്പിക്കാണ്. ഇപ്പോൾ അതേ സമയത്ത് തന്നെ പോലീസ് പിടിക്കുന്നുണ്ട്. ഡെയിലി നമ്മൾ കേസസ് കാണാറുണ്ട്. എന്നും രാവിലെ TV വെച്ചാൽ ഇവിടെ ഇത്ര കിലോ ആയിട്ട് പിടിച്ചു, ഇവിടെ ഇത്ര കൊക്കൈനായിട്ട് പിടിച്ചു, ഇത്ര ലക്ഷം രൂപയുടെ ഇത്ര കോടി രൂപയുടെ MDMA കൊക്കൈനൊക്കെ ആയിട്ട് പിടിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ആൾക്കാർ പിന്നെയും ഒരു പേടിയില്ലാണ് ഇത് കൊണ്ടുവരുന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ഇവർക്ക് സിസ്റ്റത്തിലുള്ള പേടിയില്ലാണ്ടാണോ, അതോ ഈ പിടിക്കുന്നത് വളരെ ചുരുക്കമാണോ? ഇപ്പോൾ ഒരു 100 പേര് വരണമെങ്കിൽ അതിൽ 1 2 പേര് മാത്രമാണ് ഈ പറയുന്ന പിടിച്ച് നമ്മൾ ന്യൂസ് ചാനൽസിൽ കാണുന്നത് എന്നുള്ളൊരു ടോപ്പിക്കൊക്കെ അതാണ് ചർച്ച ചെയ്യേണ്ട വിഷയം. ആൻഡ് ഇതിൻ്റെയൊക്കെ ഓവർ യൂസ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആക്ടുകൾ കൂടുതലായിട്ട് വരുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സാധനങ്ങളൊക്കെ ചിലപ്പോൾ സിനിമയിലെ വയലൻസ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ അത് ഇതിൻ്റെ ബാക്കിയുള്ള ഈ ഡ്രഗ്സിൻ്റെയും ബാക്കി പരിപാടികളൊക്കെ തന്നെ കണ്ടിന്യൂസ് യൂസ് കാരണം ഒരു ട്രിഗറിങ് ഫാക്ടർ ആയിട്ട് മാത്രം ഒരുപക്ഷെ അത് മാറിയേക്കാം. ഒരാൾ ഇത്തരത്തിലുള്ള ഒരു ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹത്തിൻ്റെ ഫാമിലിയുള്ള ഇഷ്യൂസ് ഏതൊക്കെയാണ്, സൊസൈറ്റിയിൽ എങ്ങനെയുള്ള ബിഹേവിയറാണ് ആ ഒരു ക്യാരക്ടർ ചെയ്തു വയ്ക്കുന്നത്,
പോരാത്തതിന് വല്ല ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ടോ, ഇങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ചെറുപ്പം മുതലേ നമ്മൾ മാറ്റേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിലെല്ലാം തന്നെ മാറ്റം വരുത്തിയാൽ മാത്രമാണ് വലിയൊരു ചേഞ്ച് നമ്മുടെ ഇവിടെ ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യുവജനങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ബോധവൽക്കരണം വളരെയധികം കുറവാണ്. ഇതിൻ്റെ അവൈലബിലിറ്റിയാണ് കൂടുതൽ. അപ്പാർട്ട് ഫ്രം ഇത് മാറ്റിയെടുക്കണം, ഇത് ശരിയല്ല തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാവുന്നതിന് കൂടുതൽ ഇതിൻ്റെ അവൈലബിലിറ്റിയും ഇതിൻ്റെ യൂസുമാണ് കൂടുതലായിട്ട് വരുന്നത്. സോ അവർ നോക്കുമ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്, എന്നാൽ ഞാൻ ഉപയോഗിക്കണം. എല്ലാവരും ഈവൻ പാൻ പരാഗിൻ്റെ ആടക്കം നമ്മൾ പറയാറുണ്ട്, വലിയ വലിയ ആക്ടേഴ്സ് അടക്കം ചെയ്യാറുണ്ട്. അവർ ഉദ്ദേശിക്കുന്നത് ഇതല്ല എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ജസ്റ്റ് പറയുമ്പോൾ ജീരകമിഠായിയുടെ ആഡാണ് ഇവർ ചെയ്യണമെന്ന് പറയും, പക്ഷേ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് പാൻ്റെ ആഡാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ഇത്തരത്തിലുള്ള വലിയ ലെവലിൽ മുതൽ ചെറിയ ലെവൽ വരെ ഒരുപാട് വലിയ മാറ്റത്തിരുത്തലുകൾ ആവശ്യമുണ്ട്. പക്ഷെ അതൊന്നും ഇനി അങ്ങോട്ട് പ്രാവർത്തികമാകുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടിൽ നമുക്ക് അറിയാവുന്നവരെ തിരുത്തുക എന്നുള്ളത് മാത്രമല്ല, അല്ലാണ്ട് ഹോൾ സിസ്റ്റം മാറാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത്തരത്തിലുള്ള ഡ്രഗ്സിൻ്റെ ഒക്കെ യൂസ് വളരെയധികം കുറയ്ക്കണം. ആൻഡ് ഇതിൻ്റെയൊക്കെ ശിക്ഷയുടെ അളവും കൂട്ടണം എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം ഒരു സാധനത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു പേടി വേണമെങ്കിൽ, ഒരു സിസ്റ്റത്തിലൊരു പേടി വേണമെങ്കിൽ അതിൻ്റേതായ പണിഷ്മെൻറ്റ് ആവശ്യമുണ്ട്. ഇതിപ്പോൾ പിടിച്ചാലും കുഴപ്പമില്ല, 2 ദിവസം കഴിഞ്ഞ് ഇറങ്ങി വരാമെന്നുള്ള മൈൻഡ് വരുമ്പോൾ എല്ലാവരും ഈ കാര്യം തന്നെ ചെയ്യും. അൺസീക്യൂർ ട്രാപ്പിൽ പെട്ടവർ ഇത് തന്നെ റിപ്പീറ്റ് അടിച്ച് ബാക്കിയുള്ളവരും കൂടി അതിലേക്ക് കൊണ്ടുവരികയാണ് സ്ഥിരം ചെയ്യാറ്. സോ ഇത്തരത്തിലുള്ള വലിയ ചേഞ്ചസ് ആവശ്യമാണ്. ഇങ്ങനത്തെ ഒരുപാട് എന്ന് പറഞ്ഞാൽ നമുക്ക് ചർച്ച ചെയ്താൽ 1 2 എന്നല്ല മാസങ്ങളോളം നമുക്ക് ചർച്ച മാത്രം നിൽക്കേണ്ട ഒരുപാട് ടോപ്പിക്ക് അവിടെ നിൽക്കുമ്പോഴാണ് ഇതൊന്നും അല്ലാണ്ട് എല്ലാ പഴിയും കൊണ്ട് ജസ്റ്റ് ഒരു സിനിമയുടെ പുറത്തിട്ട് തടി ഊരുക അല്ലെങ്കിൽ തടി തപ്പാനുള്ള സിറ്റുവേഷനാണ് ഇവരെല്ലാവരും കാണിക്കുന്നത്. ആൻഡ് ഈ സിനിമയ്ക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിനിമകൾ ഇനി വരില്ല എന്നൊക്കെ ഒരുപാട് ഞാൻ കണ്ടിരുന്നു. അതിനുള്ള ഇപ്പോൾ ഈവൻ മാർക്കോ എടുത്ത പ്രൊഡ്യൂസർ അടക്കം ഇത്തരത്തിലുള്ള ഒരു വയലൻ്റ് ആയിട്ടുള്ള മൂവി ജീവിതത്തിൽ എടുക്കില്ല എന്നൊക്കെ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ ഞാൻ കണ്ടു. ഇങ്ങനൊരു കേസ് വന്നത് അത് ഇത്തരത്തിലുള്ള സിനിമകളെ അഫക്റ്റ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് വയലൻ്റ് ആയിട്ടുള്ളതെന്ന് മാത്രമല്ല ആക്ഷൻ സിനിമകളൊക്കെ തന്നെ അഫക്റ്റ് ചെയ്യുന്നത്. ഒരു സിനിമ സ്നേഹി എന്ന നിലയ്ക്ക് എനിക്ക് പേഴ്സണലി ഭയങ്കരധികം ഹെർട്ട് ആവുന്നൊരു കാര്യമാണ്. കാരണം ഞാൻ ഭയങ്കരധികം പേഴ്സണലി ഒരു ആക്ഷൻ മൂവി ലവറാണ്. ഇവിടത്തെ എന്ന് മാത്രമല്ല, ഇവിടുത്തെ അധികം ആക്ഷൻ സിനിമകൾ നമുക്ക് കിട്ടാത്തതുകൊണ്ട്, നല്ല ക്വാളിറ്റിയുള്ള ആക്ഷൻ സിനിമകൾ നമുക്ക് കിട്ടാത്തതുകൊണ്ട് മറ്റുള്ള ഹോളിവുഡിൽ കൊറിയൻ, ജപ്പാനീസ് എങ്ങനെയുള്ള മറ്റെല്ലാ ഭാഷകളിലുള്ള സിനിമകൾ ഞാൻ കാണുന്ന ആളാണ്. എന്നെപ്പോലെ തന്നെ ഉണ്ടാവും ഒരുപാട് പേര്. സോ നമുക്കിത് കിട്ടിയില്ലെങ്കിലും വേറെ നമുക്ക് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇവിടെ നമുക്ക് വയലൻസ് സിനിമ ഇല്ലെങ്കിലും നമുക്ക് വേണമെങ്കിൽ പുറത്തുള്ള ഒരുപാട് ആക്സസ് ഉണ്ട്. നമുക്കിപ്പോൾ OTT പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അല്ലാതെയുള്ള ഒരുപാട് നമുക്ക് ഈ വയലൻറ്റ് സിനിമകൾ എത്ര എണ്ണം വേണമെന്ന് പറഞ്ഞാൽ എണ്ണിപ്പറക്കി ഇങ്ങനെ വാരി വിതറാൻ പറ്റുന്ന ഒരുപാട് സിനിമകളുണ്ട്. ഞാനീ പറഞ്ഞ പോലെ ഒരു ആക്ട് ചെയ്യാൻ വേണ്ടി വയലൻസ് എന്നല്ല, ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂക്കുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. സോ ഇത്തരത്തിലുള്ള സിനിമകൾ നമുക്ക് പുറത്തുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇനി ഇവിടെ ഇറക്കിയില്ലെങ്കിൽ ഒരു വിഷയമല്ല, നമുക്ക് പുറത്ത് പടങ്ങളുണ്ടെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാം. പക്ഷേ അങ്ങനെയല്ല. ഒരു ഇൻഡസ്ട്രി, ഇപ്പോൾ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഇങ്ങനൊരു പടം വന്നതുകൊണ്ട് മൊത്തത്തിലുള്ള ഇന്ത്യ തന്നെ ചർച്ച ചെയ്ത് ഇങ്ങനൊരു പടം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഹിന്ദിയിൽ എങ്ങനെയാണ് കില്ല് ഇറങ്ങിയത് അതേപോലെ തന്നെയാണ് മലയാളത്തിൽ മാർക്കോ എന്ന് പറഞ്ഞ് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു മിയർ കമ്പാരിസൺ എങ്കിൽ, അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല, അത്രയും വ്യത്യാസമുണ്ട് രണ്ട് സിനിമകളും തമ്മിലെങ്കിൽ, ഒരു ചർച്ചാ വിഷയമെങ്കിലായിട്ട് മാറാൻ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള സിനിമകൾ വരുന്നുണ്ട്. നമ്മൾ പ്രകൃതി പടങ്ങൾ മാത്രമല്ല എടുക്കാറ്, എല്ലാ തരത്തിലുള്ള സിനിമകളും നമ്മൾ എടുക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ഓഡിയൻസ് ആണ് നമുക്ക് ഉള്ളത് എന്നുള്ളൊരു കാര്യത്തിനെ മുഴുവനായിട്ട് അടിച്ചമർത്തുന്ന പോലെയായിട്ട് എനിക്ക് തോന്നി. കാരണം ഈ ആക്ഷൻ മൂവി ലവേഴ്സ് ഉണ്ട് നമ്മുടെ ഇവിടെ. ഇത്തരത്തിലുള്ള മറ്റ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള സിനിമകളൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഇവരുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്താൽ നമുക്ക് തിരിച്ചാ പൈസ കിട്ടും, ഇവർ വന്ന് കാണും എന്നുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടായിരുന്നു പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള സിനിമകൾ എടുത്തത്. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ പേഴ്സണലി വിചാരിച്ചത് ഇപ്പോൾ ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്, ഇനി അങ്ങോട്ട് ഇതുപോലത്തെ ഗംഭീരമായിട്ടുള്ള ആക്ഷൻ സിനിമകളൊക്കെ നമുക്ക് വരാണ്ട്. ഈ ആക്ഷൻ ഇഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറി ഉണ്ട്, അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ജോണറാണ് ആക്ഷൻ മൂവീസ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ജോണർ. ഇപ്പോൾ പണ്ട് മുതലുള്ള എല്ലാ മലയാള സിനിമകളിലും ഒരു ടെംപ്ലേറ്റ് ഉണ്ടായിരുന്നു. ആക്ഷൻ കുറച്ചുണ്ടാവും, കുറച്ച് കോമഡി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു റേപ്പ് സീൻ ഉണ്ടാവും. ഇതൊക്കെ അതിൻ്റെ ഒരു ടെംപ്ലേറ്റിൽ ഭാഗമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള സിനിമകളൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിൽ ഇങ്ങനെ എടുത്താൽ പോരാ, സ്പെസിഫിക് ആയിട്ടുള്ള ജോണർ സ്പെസിഫിക് ആയിട്ടുള്ള സിനിമകൾ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള സിനിമകൾ നമുക്ക് വരുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനത്തെ ചില ഇഷ്യൂസ് കാരണം ഈ ഒരു ജോണർ തന്നെ ഇല്ലാതായി പോവുക എന്ന് പറയുന്നത് ഭയങ്കരധികം ഹേർട്ടാവുന്ന, ഭയങ്കരധികം നിരാശ തരുന്നൊരു വാർത്ത തന്നെയാണ്. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ട് ഈ വയലൻ്റ് ആയിട്ടുള്ള സിനിമകൾ ഇനി ഇറക്കില്ല എന്ന് തന്നെ വെച്ചോ, അത് നമ്മുടെ ഇൻഡസ്ട്രിക്കുള്ള നഷ്ടം മാത്രമാണ്. കാരണം നല്ല ആക്ഷൻ സിനിമകൾ നമുക്ക് കിട്ടാതെയാവും, ഈ പറഞ്ഞ ജോണർ സ്പെസിഫിക് ആയിട്ടുള്ള സിനിമകൾ കിട്ടാതെയാവും. ഇനിയിപ്പോൾ ഇത്രയും ചെയ്തിട്ടും നമ്മുടെ നാട് നന്നാവോ? ഈ സിനിമ കണ്ടിട്ടാണോ ഈ ആൾക്കാർ മുഴുവൻ നന്നാവുന്നതും ചീത്തയാവുന്നതും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും പേര് ഈ സിനിമ കണ്ട് മോശം വഴി കൂടെ പോകുന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നല്ല സിനിമ ഇറക്കിയാൽ ഇവരൊക്കെ നന്നാവോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. സോ ഇക്കാര്യത്തെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഇത് ജസ്റ്റ് അവരൊരു നെയിം സേക്കിന് വേണ്ടി എന്തിനെങ്കിലും മേലെ പഴിയിടണ്ടേ, അതിനുവേണ്ടി മാത്രമാണ് ഇപ്പോൾ സിനിമയിലെ വയലൻസ് ആണ് പ്രശ്നം എന്ന് പറഞ്ഞ് അതിൻ്റെ മേലെ എല്ലാവരും കൂടി കൊട്ടിവെച്ചിട്ടുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു കാര്യം വെച്ച് സിനിമയിലെ വയലൻസോ അല്ലെങ്കിൽ ആവശ്യമുള്ള ആക്ഷൻ സീക്വൻസുകളൊക്കെ തന്നെ മാറ്റുകയാണെങ്കിൽ അത് നമ്മുടെ ഇൻഡസ്ട്രിക്ക് തന്നെ മാത്രമായിരിക്കും ബാധിക്കുക, അല്ലാണ്ട് വേറെ ആർക്കുമല്ല. ഈ ഓഡിയൻസിനെ ഒരു തരത്തിലും ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
കാരണം നമുക്കിതില്ലെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാനുള്ള വേറെ ഓപ്ഷൻസ് ഉണ്ട്, നമ്മളത് കണ്ടുവെക്കും. പക്ഷേ നമ്മുടെ ഇൻഡസ്ട്രിയുടെ ആ ഒരു ക്വാളിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് തന്നെ മുഴുവനായിട്ട് ഡൗൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഫുൾ പ്രകൃതി പടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാലത്ത് കളിയാക്കിക്കൊണ്ടിരുന്ന ആ ഒരു ലെവലിലേക്ക് പോവുമായിരിക്കും നമ്മുടെ നാട്. സോ നന്നാക്കേണ്ടത് പടത്തിനകത്തുള്ള വയലൻസ് അല്ല, ഇത് കാണുന്ന ആൾക്കാരുടെ മെൻറ്റാലിറ്റിയും ദെൻ സോഷ്യലി ഉള്ള അല്ലെങ്കിൽ പൊതുവേ ഉള്ള നമ്മുടെ സിസ്റ്റം മുഴുവനാണ്. ഈ സിനിമയായിട്ട് തന്നെ കാണാൻ വേണ്ടി നമ്മുടെ യുവജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുക, പഠിപ്പിക്കുക എന്ന് മാത്രമല്ല, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ മാറ്റണം. നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ, പഴയ സിലബസാണ്, എൻ്റയർലി അത് മുഴുവൻ മാറേണ്ടിയിരിക്കുന്നു. ഇത് നമ്മളിപ്പോഴും പഴയ കാലത്താണ്. ഇതൊക്കെ എപ്പോഴും പിള്ളേർ മാറിയതനുസരിച്ച്, ടെക്നോളജി മാറിയതനുസരിച്ച് ഈ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡിലുള്ള മൊത്തത്തിലുള്ളൊരു ചേഞ്ച് ആവശ്യമുണ്ട്. നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്ന ചില്ലറ കാര്യങ്ങൾ മാത്രമല്ല, വേറെ ഒരുപാട് കാര്യങ്ങൾ, നമ്മളെക്കാൾ കൂടുതൽ അറിവുള്ള കാര്യങ്ങളാണ് ഇവർ കാണുന്നത്. എൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ 100% ലിറ്ററസി ഇന്ത്യ കേരളത്തിൽ നിന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടാണ് ഈ അവസ്ഥ. നമ്മളിപ്പോൾ ബാക്കിയുള്ളവരൊക്കെ കളിയാക്കും, ഇപ്പോൾ നോർത്തുകാരെ കളിയാക്കും. ഇപ്പോൾ നോർത്തും സൗത്തും ഒന്നുമില്ല, ഇപ്പോൾ എല്ലാം ഇപ്പോൾ ഒരേപോലെയായി ഇതിൻ്റെ യൂസ് കാരണം. സോ ഡ്രഗ്സ് യൂസാണ് ഇതിനൊക്കെ തന്നെ മെയിൻ റൂട്ട് കോസ്. അത് ഒഴിവാക്കുകയാണ് വേണ്ടത്, അല്ലാതെ സിനിമയിലുള്ള വയലൻസ് അല്ല എന്നുള്ളതാണ് എൻ്റെ ടേക്ക് അവേ. ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരുപാട് ലോകത്തെ ഏറ്റവും കൂടുതൽ വയലൻസ് സിനിമകൾ ഇറങ്ങുന്നത് ഒരുപക്ഷെ കൊറിയൻ ചിത്രങ്ങളിൽ നിന്നായിരിക്കും. ഈ കൊറിയൻ പടം എന്ന് പറഞ്ഞാൽ ഫുൾ കൊറിയ അല്ല, അവിടെ 2 കൊറിയ ഉണ്ട്, നോർത്ത് കൊറിയ ഉണ്ട്, സൗത്ത് കൊറിയ ഉണ്ട്. നമ്മൾ ഈ കാണുന്ന സിനിമ വഴി ഇറങ്ങുന്നത് സൗത്ത് കൊറിയൻ സിനിമകളാണ്, അല്ലാതെ നോർത്ത് കൊറിയൻ സിനിമകളല്ല. ആൻഡ് ലോകത്തെ ഏറ്റവും കൂടുതൽ വയലൻസ് നടക്കുന്നത് നോർത്ത് കൊറിയയിലാണ്. അവിടെ ഈ സിനിമകളുടെ പ്രദർശനമേ ഇല്ല. സൗത്ത് കൊറിയയിൽ ഇറങ്ങുന്ന ഒരു സിനിമ എന്നല്ല, ഈ ലോകത്തുള്ള ഒരു സിനിമ പോലും അവിടെ ഇറക്കാറില്ല. ഒരു സിനിമ പോലും ഇറക്കാത്ത സ്ഥലത്താണ് ലോകത്തെ ഏറ്റവും കൂടുതൽ വയലൻസ് നടക്കുന്നത് പറയുമ്പോൾ സിനിമയാണ് വയലൻസിന് കാരണം എന്ന് പറയുന്നത് തീർത്തും ഇല്ലോജിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിളാണ് ഈ നോർത്ത് കൊറിയ സൗത്ത് കൊറിയ എന്ന് പറയുന്നത്. സോ ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ലോജിക്ക് വെച്ച് ആലോചിച്ച് നോക്കിയാൽ മതി, ഇവർ ആരെയാണ് രക്ഷപ്പെടുത്താൻ നോക്കുന്നത്, ആരെയാണ് പഴി പറയാൻ നോക്കുന്നത് എന്നുള്ളത്. സോ മാറ്റേണ്ടത് അവിടെയാണ്, സിനിമയല്ല. സിനിമയായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക എന്നതാണ് എൻ്റെ ടേക്ക് അവേ. ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.